Hey Siri. Everything you want to know about Apple. iPhone 14 and 14 Pro is officially released. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഐഫോൺ 14 സീരീസിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടമായതും അതേപോലെ കുറച്ച് ഇഷ്ടപ്പെടാത്തതും കാര്യമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ ഐഫോൺ 14 സീരീസിലെ ഡിസ്പ്ലേ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഐഫോൺ 14 സീരീസിൽ നമുക്ക് രണ്ട് സീരീസിലും വരുന്നത്, അതായത് 14ഉം 14 പ്രോയിലും വരുന്നത് സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ ആണ്. ഇതിൽ 14 പ്രോ സീരീസിൽ മാത്രമാണ് നമുക്കൊരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീച്ചർ വരുന്നുള്ളൂ. ഈ ഒരു ഫീച്ചർ നമ്മുടെ ആപ്പിളിൻ്റെ LTPO ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ആപ്പിൾ ഇപ്പോൾ ഐഫോൺ 14 പ്രോയിൽ ഒരു പ്രോ ഫീച്ചറായിട്ട് ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഇൻട്രഡക്ഷനിലൂടെ ആപ്പിൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട് 1 ഹെർട്സിൻ്റെ റിഫ്രഷൻ റേറ്റാണ് ഈ പറയുന്ന ഡിസ്പ്ലേയിൽ അവർ ഏറ്റവും മിനിമലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐഫോൺ 14 പ്രോയിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ യൂസ് ചെയ്താൽ പോലും 1 ഹെർട്സിൻ്റെ റിഫ്രഷൻ റേറ്റ് ആയതുകൊണ്ട് ബാറ്ററി ജ്യൂസ് ഒട്ടും കൺസ്യൂം ചെയ്യില്ല. ആ ഒരു കാര്യത്തിൽ ഐഫോൺ 14ൻ്റെ ഈ ഒരു മാറ്റം എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നീട് നമ്മുടെ ഈ പറഞ്ഞ ഐഫോൺ 14 പ്രോയിൽ മാത്രം നമുക്ക് 2000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഹാഷായിട്ടുള്ള ഔട്ട്ഡോർ സെഗ്മെൻറ്റിലാണെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല ക്രിസ്പായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പറയുന്ന 14 സീരീസിലെ നോച്ചിലേക്ക് നോക്കുമ്പോൾ 14 നോൺ പ്രോ സീരീസുകൾക്ക് നമുക്ക് ഇപ്പോഴും ആ ഒരു കുഞ്ഞ് കഷണ്ടി പോലുള്ള ആ ഒരു നോച്ച് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ 14 പ്രോയിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു പിൽ ഷേപ്പായിട്ടുള്ള നോച്ചാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു നോച്ച് ആക്ച്വലി ഒരു എന്താ പറയുക, എനിക്കൊരു കാര്യത്തിൽ ഇഷ്ടപ്പെട്ടില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ കോണ്ടൻറ്റ്, അതായത് ഇപ്പോൾ യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സോ ഹോട്ട്സ്റ്റാറോ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഈ പറഞ്ഞ വീഡിയോ കോണ്ടൻറ്റ് ഇടയിലായിട്ട് ഈ ഒരു പിൽ ഷേപ്പ് നോച്ച് ഭയങ്കര ബാഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ആപ്പിൾ ഈ ഒരു നോച്ചിനെ ഒരു ഫീച്ചറായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫീച്ചറിൻ്റെ പേരാണ് ഡൈനാമിക് ഐലൻഡ്. ഈ ഒരു ഡൈനാമിക് ഐലൻഡിൽ നമുക്ക് ആപ്പിളിൻ്റെ സ്വന്തം ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ലൈവായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ആപ്പിൾ മ്യൂസിക് എടുക്കുകയാണെങ്കിൽ ആ ഒരു മ്യൂസിക്കിൽ പ്ലേ ചെയ്യുമ്പോൾ ഒരു ഓഡിയോ സ്പെക്ട്രം നമുക്ക് ഈ പറയുന്ന ഡൈനാമിക് ഐലൻഡിൽ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എയർ പ്ലേ ചെയ്യുകയാണെങ്കിൽ ആ ഒരു എയർ പ്ലേയുടെ ചിഹ്നം, അതേപോലെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു ലൈവ് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ഈ പറയുന്ന ഡൈനാമിക് ഐലൻഡിൽ നമുക്ക് കാണാൻ പറ്റും. അതൊരു അടിപൊളിയായിട്ടുള്ള ഫീച്ചറാണ്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഐഫോൺ 14 സീരീസിൽ വരുന്ന എമർജൻസി ആൻഡ് സേഫ്റ്റി ഫീച്ചേഴ്സാണ്. ഈ ഒരു സേഫ്റ്റി ഫീച്ചറിൽ നമുക്ക് വരുന്ന ക്രാഷ് ഡിറ്റക്ഷൻ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഏകദേശം 256 G-ഫോഴ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന ഐഫോൺ ഓട്ടോമാറ്റിക്കലി ഒരു ക്രാഷ് ഡിറ്റക്റ്റ് ചെയ്യും. അതിൽ ഒരു 10 സെക്കൻഡിൻ്റെ കൗണ്ട് ഡൗണും നമുക്ക് തരും. ഇത് 10 സെക്കൻഡിൻ്റെ കൗണ്ട് ഡൗണിൽ നമ്മൾ ഒരു ആക്ഷനും എടുത്തില്ലെങ്കിൽ നമ്മുടെ ഐഫോൺ 14 അല്ലെങ്കിൽ ഐഫോണിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു എമർജൻസി കോണ്ടാക്റ്റിലേക്ക് ഒരു കോള് അപ്പോൾ തന്നെ പോകുന്നതായിരിക്കും. ആ ഒരു കാര്യം എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നീട് നമ്മുടെ ഈ പറയുന്ന ഐഫോൺ 14 സീരീസിലെ ഏറ്റവും ഹൈപ്പായിട്ട് ഏറ്റവും മാർക്കറ്റ് ചെയ്ത ഒരു കാര്യമാണ് സാറ്റലൈറ്റ് എമർജൻസി SOS. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചെന്നറിയില്ല, എമർജൻസി SOS വിയ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാനാണ്. നമ്മുടെ ഈ ഒരു കീനോട്ടിൽ അവർ പറയുന്നുണ്ട് ഈ ഒരു പ്ലാൻ 2 കൊല്ലത്തേക്ക് നമുക്ക് ഫ്രീ ആയിരിക്കും. പിന്നീട് നമ്മൾ ക്യാഷ് കൊടുത്ത് നമ്മുടെ ഈ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ നമ്മൾ റിന്യൂ ചെയ്യേണ്ടി വരും. അതാണ് നമ്മുടെ ഈ ഒരു എമർജൻസി SOS സാറ്റലൈറ്റിൻ്റെ ഒരു കാര്യം നമ്മൾ കാണേണ്ടത്. പിന്നീട് നമ്മുടെ ഈ പറയുന്ന ഐഫോൺ 14 സീരീസ് ഓൺലി ഇൻ USA നമുക്കൊരു സിം ട്രേ, അതായത് ഫിസിക്കൽ സിം ട്രേ ലഭിക്കുന്നതല്ല. അത് ആക്ച്വലി ഒരു നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ മലയാളം സിനിമ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരാളെ തട്ടിക്കൊണ്ട് വരും, ആ തട്ടിക്കൊണ്ട് വരുന്ന ആളുടെ ഫോൺ എടുക്കും, സിം ഊരി ഏതെങ്കിലും ലോറിയുടെ പക്കത്തേക്ക് വരും, ഏതെങ്കിലും കണ്ടെയ്നറുടെ പക്കത്തേക്ക് എറിയും. ആ കാര്യം നമ്മുടെ ഈ പറഞ്ഞ ഐഫോൺ 14 സീരീസ് ഓൺലി ഇൻ USA ആ കാര്യം നടക്കില്ല. കാരണം ഓൾറെഡി ഈ പറയുന്ന ഐഫോൺ നമ്മൾ
എടുക്കുമ്പോൾ, അതായത് നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മൾ ഏതെങ്കിലും സിം കാരിയറായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ നിൽക്കുകയും ആ ഒരു സിം കാരിയേഴ്സ് തന്നെയാണ് നമുക്ക് ഈ പറയുന്ന iPhone 14ൽ ആ ഒരു സിം നമുക്ക് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സിം നമുക്ക് AT&T ആവാം, T-Mobile ആവാം, ഏതായാലും നമുക്ക് ആ ഒരു ഐഫോണിൽ ഇംപ്ലിമെൻ്റ് ചെയ്താണ് നമുക്ക് തരുന്നത്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ iPhone 14ൻ്റെ ക്യാമറയിലേക്ക് നോക്കാം. iPhone 14 നോൺ പ്രോ സീരീസിൽ ഇപ്പോഴും ഒരു 12 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. പക്ഷേ 7 എലമെൻറ്റ് ലെൻസാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫോട്ടോഗ്രാഫിയൊക്കെ നമുക്ക് ഈ പറയുന്ന iPhone 14ലും എടുക്കാൻ പറ്റും. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു പുതിയ അപ്പറേച്ചർ ലെങ്ത്തും അപ്പറേച്ചർ വാല്യൂവും ഈ പറയുന്ന iPhone 14ൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. 14 പ്രോയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് 48 മെഗാ പിക്സലിലെ ക്വാഡ് പിക്സൽ സെൻസേഴ്സ് ആണ് ഈ പറയുന്ന മെയിൻ ക്യാമറയിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള 1.78 അപ്പറേച്ചർ വാല്യൂ ഉള്ള ആ ഒരു സെൻസേഴ്സ് നമുക്ക് ഈ പറയുന്ന iPhone 14 പ്രോയിൽ ലഭിക്കുന്നുണ്ട്. പിന്നീട് ഈ രണ്ട് മൊബൈലിലും നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു പുതിയ ക്യാമറ ഫീച്ചറാണ് ആക്ഷൻ മോഡ് എന്ന് പറയുന്നത്. ഈ ഒരു ആക്ഷൻ മോഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗിംബലോ അല്ലെങ്കിൽ അഡീഷണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഒരു സ്റ്റെബിലൈസറോ ഇല്ലെങ്കിലും നമുക്ക് ഈ പറയുന്ന ആക്ഷൻ മോഡ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഈ ഒരു ഡിവൈസിൻ്റെ ഫുൾ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ഗിംബൽ എഫക്റ്റ് വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതായത് നല്ല സ്റ്റെബിലൈസേഷനുള്ള ഒരു നല്ലൊരു വീഡിയോ നമുക്ക് അത്യാവശ്യം നല്ല റെഗഡായിട്ടുള്ള ടെറൈനിലാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മുടെ ഈ പറഞ്ഞ സിനിമാറ്റിക് മോഡിലും ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് 4Kയിൽ 24 അല്ലെങ്കിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിലും ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യങ്ങൾ നമ്മുടെ ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ iPhone 14 പ്രോയിൽ മാത്രം ഒരു അഡാപ്റ്റീവ് ഫ്ലാഷ് ലൈറ്റിൻ്റെ ടെക്നോളജി ഐഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ രാത്രി ലോ ലൈറ്റിൽ ഞാൻ അടുത്ത് വെച്ച് ഒരു ഒബ്ജക്റ്റിൻ്റെ ഫോട്ടോ എടുത്തു. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിന്, അതായത് ആ ഒരു ഡിസ്റ്റൻസിന് വേണ്ട ലൈറ്റ് മാത്രമായിരിക്കും ഈ ഒരു ഫ്ലാഷ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ആ ഒരു ഒബ്ജക്റ്റ് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിൽ വരാൻ പോകേണ്ട ഫ്ലാഷ് ലൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലാഷ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഓട്ടോമാറ്റിക്കലി ഐഫോൺ മനസ്സിലാക്കുകയും അത്രയും വേണ്ട ഒരു വെളിച്ചം ഈ പറഞ്ഞ ഫ്ലാഷ് നമുക്ക് തരികയും ചെയ്യും. അഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്ലാഷ് ലൈറ്റ് ടെക്നോളജി iPhone 14 പ്രോയിൽ നമുക്ക് ലഭിക്കും. ഈ എല്ലാ iPhone 14ലെ ഫോട്ടോഗ്രാഫും നമുക്ക് ഇത്രയും അടിപൊളിയാക്കാൻ വേണ്ടി ആപ്പിൾ ഒരു പുതിയ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഫോട്ടോണിക് എൻജിൻ എന്ന് പറയുന്നത്. ഈ ഒരു ഫോട്ടോണിക് എൻജിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ചിപ്സെറ്റിലുണ്ടാകുന്ന ഒരു പുതിയ ടെക്നോളജിയാണ്. നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്തു, ആ ഒരു ഫോട്ടോൻ്റെ ആ ഒരു പൈപ്പ് ലൈനിൽ ഏറ്റവും അടിപൊളിയായിട്ടും ഏറ്റവും നല്ല ക്രിസ്പായിട്ടുള്ള ഫോട്ടോസ് ഈ പറഞ്ഞ കോമ്പുട്ടേഷണൽ ഇമേജ് പ്രോസസ്സിങ്ങിലൂടെ കണ്ടുപിടിച്ച് അതിൽ ഏറ്റവും നല്ല റിച്ച് ആയിട്ടുള്ള കളറും നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ആ ഒരു ഫോട്ടോവും നമുക്ക് തിരഞ്ഞെടുത്ത് iPhone 14 എല്ലാ സീരീസിലും നമുക്ക് ലഭിക്കും. ഈ ഒരു ഫോട്ടോണിക് എൻജിൻ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചറും നമ്മുടെ iPhone 14 ലൈനപ്പിൽ മാത്രം വന്നിരിക്കുന്ന ഒരു പുതിയ അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഇതൊക്കെ എനിക്ക് ആപ്പിൾ എന്ന് പറയുന്ന ഈ ഒരു iPhone 14 സീരീസിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. ഒന്നാമത്താണ് iPhone 14 സീരീസിൽ വരുന്ന ചിപ്സെറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ iPhone 14ൽ ഇപ്പോഴും A15 ബയോണിക് ചിപ്സെറ്റിൻ്റെ 5 കോർ GPU എന്ന ഒരു എൻഹാൻസ്ഡ് ചിപ്പാണ്. പക്ഷേ iPhone 14 പ്രോയിലേക്ക് നോക്കുമ്പോൾ ആപ്പിളിൻ്റെ പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ 4 നാനോമീറ്റർ ആർക്കിടെക്ചറിൽ വരുന്ന A16 ബയോണിക് ചിപ്പാണ് ഈ പറഞ്ഞ iPhone 14 പ്രോയിൽ അവർ യൂസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ആ ഒരു ചിപ്സെറ്റിൻ്റെ ഷോർട്ടേജ് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ ആപ്പിൾ iPhone 14ലും 14 പ്രോയിലും വരുത്തിയത്. എൻ്റെയൊക്കെ കാഴ്ചപ്പാടിൽ 14ലും 14 പ്രോയിലും ഈ പറഞ്ഞ 4 നാനോമീറ്റർ ആർക്കിടെക്ചറുള്ള ഈ ഒരു A16 ബയോണിക് ചിപ്പ് തന്നെയായിരിക്കണം iPhone 14ലും 14 പ്രോയിലും കൊടുക്കേണ്ടത്. അത് എൻ്റെ മാത്രം പെർസെപ്ഷനാണ്. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു കാര്യത്തിൽ ചെറിയൊരു സങ്കടം തോന്നിയത്. രണ്ടാമത്തെ ഒരു എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ iPhone 14ൻ്റെ മോഡലിലാണ്. ഇപ്പോഴും iPhone 13നും 14നും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫോണിനെ എങ്ങനെയായിരിക്കും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത്? നമുക്കൊരു പുതിയൊരു മെത്തേഡോ അല്ലെങ്കിൽ പുതിയൊരു വഴിയോ ഇല്ല ഈ പറഞ്ഞ iPhone 14നും 13നും തിരിച്ചറിയാനായിട്ട്.
അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിച്ചായിരുന്നു ഈ ഒരു ഐഫോൺ 14 മോഡലിൽ നമുക്കൊരു പുതിയ ഒരു മോഡൽ വരുമെന്ന്. അതായത് എന്തെങ്കിലും ഒരു പുതിയ ചേഞ്ച്, ക്യാമറ ബമ്പിൻ്റെ അവിടെയോ അല്ലെങ്കിൽ ക്യാമറയുടെ ഒരു അഡീഷണൽ ആയിട്ടൊരു ബമ്പ് വന്ന് ആ ഒരു ബമ്പിൽ ക്യാമറ വരികയോ അങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നായിരുന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഐഫോൺ 14ഉം 13ഉമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴും ഐഫോൺ 13ഉം 14ഉം നമുക്ക് തിരിച്ചറിയാനുള്ള മാർഗ്ഗമൊന്നുമില്ല. സ്റ്റിൽ ദ സെയിം മോഡലാണ് ഈ പറഞ്ഞ ഐഫോൺ 14ഉം 13ഉം തമ്മിലുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഐഫോൺ 14 സീരീസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഐഫോൺ 14 അല്ലെങ്കിൽ 14 പ്രോയിൽ ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്ത കാര്യമായാലും നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം ഞാൻ നിങ്ങളെ എല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അതല്ല നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയും ഈ പറഞ്ഞ ലീക്സ് ആൻഡ് റൂമേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. This is Abin Xavier signing from Evika.